നടരാജ്, ഒരു സ്ഥലത്ത് പ്രശ്നമുണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള സ്ഥാനാർത്ഥി അവിടെ എത്തുന്നതും ആ പ്രതിഷേധത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്നതുമൊക്കെ സ്വാഭാവികമാണ്. ആ രീതിയിൽ തന്നെയാണ് TN പ്രതാപൻ അവിടെ എത്തിയത്. പക്ഷേ നടൻ ദേവൻ, BJP നേതാവ് നടൻ ദേവൻ ആ സംഭവ സ്ഥലത്ത് എത്തിയതിൻ്റെ പേരിലുള്ള ഒരു ദുരൂഹതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്തിനായിരുന്നു ദേവൻ അവിടെ വന്നത്? അതുകൊണ്ടാണല്ലോ ഈ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടി വന്നതും. എന്തിനാണ് അവിടെ ദേവൻ എത്തിയത് എന്ന കാര്യത്തിൽ ഒരു ദുരൂഹതയില്ലേ? BJP നൽകുന്ന വിശദീകരണം ഇത് ഗൃഹസമ്പർക്കത്തിന്റെ ഭാഗമായാണ് നടൻ ദേവനും മറ്റ് BJP പ്രവർത്തകരും ഇവിടെ എത്തിയത് എന്നുള്ളതാണ്. നടൻ ദേവൻ തനിച്ചല്ല, BJP പ്രവർത്തകനായ ഭൂപേഷ് ഉൾപ്പെടെയുള്ള കുറച്ചുപേർ ഉണ്ടായിരുന്നു. ഇവർ ഗൃഹസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി ഈ ഗോഡൌണിന് സമീപത്തുള്ള വീട്ടിൽ എത്തിയതാണ് എന്നാണ് ഇവർ പറയുന്നത്. ആ സമയത്ത് ഈ കിറ്റുമായി സംബന്ധിച്ച തർക്കമുണ്ടാവുകയും അവരെ കൂട്ടിയിടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ കിറ്റുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ഇത് ഇടതുപക്ഷത്തിന്റെയും UDF-ന്റെയും ആരോപണമാണെന്നുമാണ് BJP ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ, അതായത് കിറ്റ് സംബന്ധിച്ച് പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളിൽ ആരോപണം വന്ന പശ്ചാത്തലത്തിൽ തൃശൂർ, മണലൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ആരോപണം വന്നത്. ഈ 2 സ്ഥലങ്ങളും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. ഇവിടെ ആരോപണം വന്ന പശ്ചാത്തലത്തിൽ BJP ഇക്കാര്യത്തിൽ എന്തു മറുപടി പറയുമെന്നാണ് ഇനി അറിയേണ്ടത്. സ്വാഭാവികമായും BJPയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളാണ് 2 സ്ഥലങ്ങളിൽ നിന്നും വന്നിരിക്കുന്നത്. നടരാജ് പരശുരാമാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ സംഘർഷാവസ്ഥയാണ് തൃശൂർ വാടനാപ്പള്ളിയിൽ ഉണ്ടാകുന്നത്. BJP പ്രവർത്തകർ കിറ്റ് തയ്യാറാക്കുന്നു, അത് ആളുകൾക്ക് വിതരണം ചെയ്യുന്നു എന്നാരോപിച്ചായിരുന്നു വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയ്ക്ക് ഒരു തുടക്കം. ഇന്നലെ തൃശ്ശൂരിൽ ഒളരിയിലും സമാനമായ അവസ്ഥയുണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റിലേക്ക് തദ്ദേശീയമായ ഒരു പ്രാദേശികമായിട്ടുള്ള BJP നേതാവിൻ്റെ കോള് വരുന്നു. അവിടെ കിറ്റ് തയ്യാറാക്കി വെക്കണമെന്ന കോള് നിർദ്ദേശം. ഇന്ന് വാടനാപ്പള്ളിയിൽ ഏകദേശം 2000-ഓളം കിറ്റുകൾ തയ്യാറാക്കി വെക്കാനാണ് ഇത്തരത്തിൽ നിർദ്ദേശം വന്നിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റ് ഉടമയ്ക്ക്. അപ്പോൾ ഇത് സംബന്ധിച്ച് പോലീസ് കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് ഓർഡർ നൽകിയ ആളെയും സൂപ്പർ മാർക്കറ്റ് ഉടമയും പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത് ഇരുവരെയും ചോദ്യം ചെയ്തു വരികയാണ്. വലിയ രീതിയിലുള്ള സംഘർഷത്തിനാണ്, പ്രതിഷേധത്തിനാണ് ഈ സംഭവങ്ങൾ വഴിവെച്ചിട്ടുള്ളത് എന്നാണ്. ഏകദേശം 12 മണിയോട് കൂടിയ സംഘർഷമാണ്. LDF UDF പ്രവർത്തകർ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. വലിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടാകുന്നു, സംഘർഷമുണ്ടാകുന്നു. അതിനിടയിലേക്കാണ് നടനും BJP നേതാവുമായ ദേവനും കൂടി അവിടെ എത്തുന്നത്. അവർ BJP പ്രവർത്തകർ പറഞ്ഞു വെക്കുന്നത്, BJP നേതാക്കൾ നൽകുന്ന ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ എന്ന് പറയുന്നത്, നടൻ ദേവൻ അവിടെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഗൃഹസന്ദർശന പരിപാടിയിലേക്ക് വന്നതാണ്. ആ സമയത്താണ് അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ BJP പ്രവർത്തകരെ പറഞ്ഞ് അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദേവൻ അവിടെ എത്തിയിട്ടുള്ളത് എന്നാണ് BJP നേതാക്കൾ ദേവൻ എത്തിയതുമായി സംബന്ധിച്ച് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. നടരാജ് തുടരുന്നുണ്ട്. നടരാജ്, നിലവിൽ അവസ്ഥയ്ക്ക് ഒരു അയവ് വരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം BJP പ്രവർത്തകർ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. TN പ്രതാപനെതിരെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ അവർ മുഴക്കുന്നുണ്ട്. നിലവിൽ എന്താണ് അവസ്ഥ? കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന വിവരം എന്താണ്? തൃശ്ശൂർ വാടനാപ്പള്ളിയിലാണ് സംഭവം. വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ പല ഭാഗത്തുണ്ടാകുന്നു. BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു എന്ന ആരോപണം വരുന്നുണ്ട്. UDF പ്രവർത്തകരെ വലിയ രീതിയിൽ BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു എന്ന് ആരോപിക്കുന്നു. തിരിച്ച് BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അതേ രീതിയിലുള്ള പരാതി ഉണ്ടാകുന്നുണ്ട്. നിലവിൽ മണലൂരിലെ സ്ഥാനാർത്ഥിയായ UDF സ്ഥാനാർത്ഥിയായ TN പ്രതാപനടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് സംഭവ സ്ഥലത്തു നിന്നും. ഇപ്പോൾ അവിടെ BJP പ്രവർത്തകർ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലിക്കവർ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് BJP പ്രവർത്തകരുടെ പ്രതിഷേധം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, കിറ്റ് വിതരണം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ കിറ്റ് വിതരണത്തിൽ ഒരു ശ്രമം പോലും ഉണ്ടായിട്ടില്ല. കാലിക്കവർ കാണിച്ചുകൊണ്ട് കിറ്റ് എവിടെ എന്ന് അങ്ങോട്ട് ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP പ്രവർത്തകർ അവിടെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് വഴിവെച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഒളരിയിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പരസ്യപ്രചാരണത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് തൃശ്ശൂരിലും മണലൂരിലും ഈ സംഭവങ്ങൾ വിഷയമാകുന്നത് എന്നുള്ളതാണ്. നടരാജ് പരശുരാം ചേരുന്നുണ്ട്. നടരാജ്, നിലവിൽ എന്താണ് അവസ്ഥ അവിടെ? TN പ്രതാപനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ സ്ഥിതി ശാന്തമാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുണ്ട്. TN പ്രതാപനൊപ്പം
ചില പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഏറെ നേരം ഈ സ്ഥലത്തുള്ള പ്രതിഷേധം പിരിച്ചുവിടാൻ പോലീസ് ശ്രമിച്ചെങ്കിലും അത് ഫലവത്താവാതെ വന്നതോടുകൂടിയിട്ടാണ് ടി.എം. പ്രതാപനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വന്നത്. ഇതിൻ്റെ ഇവൻസിൻ്റെ ഉച്ചയ്ക്ക് മുതൽ നടന്ന സംഭവങ്ങൾ ഞാൻ വിവരിക്കുന്നതിൻ്റെ ഓർഡർ ഇപ്രകാരമാണ്. ഇപ്പോൾ നമുക്ക് വന്ന പുതിയ പ്രേക്ഷകർക്കായി അത് വിവരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഏതാണ്ട് 12 കൂടിയിട്ടാണ് വാടാനപ്പള്ളിയിലെ ഒരു ഗോഡൌണിൽ ഇത്തരത്തിൽ 2000-ലധികം കിറ്റുകൾ തയ്യാറാക്കി BJP വെച്ചിരിക്കുന്നു എന്നുള്ള വിവരം വരുന്നത്. LDF UDF പ്രവർത്തകരാണ് ഈ ഗോഡൌണിൽ എത്തുകയും അവിടെ തയ്യാറാക്കിയ കിറ്റുകൾ കണ്ടെത്തുകയും ചെയ്തത്. ഉടൻ തന്നെ ആ ഭാഗത്തുണ്ടായിരുന്ന ഈ ഗോഡൌൺ സമീപത്തുണ്ടായ BJP പ്രവർത്തകരെ ഇവരൊക്കെ കൂടി അവിടെ പൂട്ടിയിട്ടു എന്നാണ് ആരോപണം. അതിൽ നടൻ ദേവനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ആദ്യമൊക്കെ തന്നെ നടൻ ദേവൻ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഏതാണ്ട് 2 മണിക്കൂർ പിന്നിട്ട് അദ്ദേഹം പുറത്തു വരാൻ ശ്രമിക്കുമ്പോഴാണ് നടൻ ദേവനെ പുറത്ത് നമ്മൾ കണ്ടത്. ആ സമയത്ത് ദേവനും ഈ പറയുന്ന നാട്ടുകാരും തമ്മിൽ, അതായത് UDF പ്രവർത്തകരും ദേവനും തമ്മിൽ മുദ്രാവാക്യം വിളിയും മറ്റുമുണ്ടായി. ദേവൻ ഭാരത് മാതാ കി ജയ് വിളിക്കുകയും ദേവന് വേണ്ടി NDA പ്രവർത്തകർ അത് ഏറ്റെടുക്കുകയും ചെയ്തു. UDF പ്രവർത്തകർ കൂകി വിളിക്കുന്നൊരു കാഴ്ചയും ഉണ്ടായി. അപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ അകത്ത് പുരോഗമിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കിറ്റുകൾ കണ്ടെത്തി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന സൂപ്പർ സ്റ്റോറിൻ്റെ ഉടമയെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. ഇത് ഓർഡർ ചെയ്ത വാളാവല്ലിപ്പള്ളി സ്വദേശിയായ ഒരു വ്യക്തിയും ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു. അപ്പോഴും ഈ BJP നേതാക്കളെ കസ്റ്റഡിയിലെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം തുടരുകയായിരുന്നു UDF പ്രവർത്തകർ. CCTV പരിശോധിച്ചാകാം നടപടി എന്ന തീരുമാനത്തിലെത്തി മുന്നണിയിലെ പ്രതിനിധികളും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും. CCTV പരിശോധിച്ചപ്പോൾ അതിൽ ദേവനോ മറ്റ് BJP നേതാക്കളോ നേരിട്ടെത്തി കിറ്റ് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകുന്നതൊന്നും തന്നെ കണ്ടെത്താനായില്ല. ഇതോടുകൂടി അവരെ അവിടെ നിന്നും വിട്ടയക്കണമെന്നും അവർക്കെതിരെ കേസ് നിലവിൽ ചാർജ് ചെയ്യാൻ കഴിയില്ലെന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ പോയി. ഉടൻ തന്നെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയായിരുന്നു UDF. ഇവരെ പിരിച്ചുവിടാൻ സാധ്യമല്ലാത്തൊരു സാഹചര്യത്തിലാണ് ടി.എം. പ്രതാപൻ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുക്കാൻ ഇത്തരത്തിൽ തീരുമാനിക്കുന്നത്. പിന്നീട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ പിരിഞ്ഞു പോകാത്തതിനാൽ ടി.എം. പ്രതാപനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. എന്തായാലും ഏതാണ്ട് 12:30 തുടങ്ങിയ സംഘർഷവും മറ്റും ഇപ്പോൾ 5 മണിയാകുമ്പോൾ തീരുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ്. ഈ കിറ്റ് തയ്യാറാക്കിയത് ആരാണ്, ആർക്ക് വേണ്ടിയാണ്, ആരോപിക്കപ്പെടുന്നത് പോലെ BJPക്ക് വേണ്ടിയാണോ? അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ BJP എന്ന് മറുപടി പറയും. മണലൂരും തൃശ്ശൂരും ഉൾപ്പെടെയുള്ള ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഈ 2 മണ്ഡലങ്ങളിൽ വരും ദിവസങ്ങളിലെ പ്രചാരണം എത്രത്തോളം കടുക്കും, ആരോപണ പ്രത്യാരോപണങ്ങൾ എത്രത്തോളം കടുക്കും, ഇത്തരം കാര്യങ്ങളിലേക്കാണ് ഇനി ശ്രദ്ധ പോവുക എന്നുള്ളതാണ്. എന്തായാലും BJPയെ വലിയ രീതിയിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളുമായി UDFും LDFും രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. വലിയ കലുഷിതമായ സാഹചര്യമാണ് ഇന്ന് മണലൂരിൽ. നടരാജ് പരശുരാമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏകദേശം 12 മണിയോടുകൂടിയായിരുന്നു തൃശൂർ വാടനാപ്പള്ളിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ BJP പ്രവർത്തകർ കിറ്റ് വിതരണം ചെയ്യുന്നതിനായി, ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി അവിടെ കിറ്റ് തയ്യാറാക്കുന്നു എന്ന ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത്. ഇതനുസരിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി അവിടെ UDF പ്രവർത്തകർ, മണലൂരിലെ UDF സ്ഥാനാർത്ഥി T.N. പ്രതാപൻ ഉൾപ്പെടെയുള്ള UDF പ്രവർത്തകർ അവിടേക്ക് എത്തുന്നു. LDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടാകുന്നു. അപ്പോൾ ആ രീതിയിൽ വലിയ രീതിയിലുള്ള സംഘർഷ സമാനമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്നതിന് ശേഷമാണ് ഈ BJP പ്രവർത്തകർ വലിയ രീതിയിൽ സംഘർഷമുണ്ടാക്കുന്നു. T.N. പ്രതാപനെ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് ചെയ്ത് നീക്കണം, ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നില്ല എന്ന് BJP നേതാക്കളും പ്രവർത്തകരും വിശദീകരിക്കുന്നു. അപ്പോഴവിടെ BJP നേതാവും നടനും കൂടിയായ ദേവൻ എത്തുന്നു. ദേവനും ആ റൂമിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നു. അവരെ പൂട്ടിയിട്ടു എന്ന് ആരോപിച്ച BJP പ്രവർത്തകർ സ്ഥലത്ത് വലിയ സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്നു. ഈ ഒരു സംഘർഷത്തിന് അയവ് വരുത്താനായി T.N. പ്രതാപനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു എന്നുള്ളതാണ് ഇന്ന് അവിടെ സംഭവിച്ച ഒരു ചിത്രം. നടരാജ് പരശുരാം തുടരുന്നുണ്ട്. നടരാജ, ഈ കിറ്റുമായി ബന്ധപ്പെട്ട ഈ കിറ്റിന് ഓർഡർ ചെയ്ത വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? അത് ആരാണ് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ? പോലീസ് അത്തരത്തിലുള്ള വിശദീകരണം നൽകുന്നുണ്ടോ? വാടാനപ്പള്ളി സ്വദേശിയായ ഒരു വ്യക്തിയാണ് കിറ്റിന് ഓർഡർ നൽകിയത്. അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥാപന ഉടമ, അവരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർ ഇക്കാര്യം സംബന്ധിച്ച് എന്താണ് ഇതുവരെ പോലീസിനോട് നൽകിയിരിക്കുന്ന മൊഴി എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ ഇവർ രണ്ടുപേരും കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. എന്തായാലും സംഘർഷാവസ്ഥയ്ക്ക് നിലവിൽ ഇപ്പോൾ അയവ് വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഈ പ്രദേശത്ത് നിന്നും ആളുകൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. T.M. പ്രതാപനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൂടി കോൺഗ്രസ് പ്രവർത്തകരും പിരിഞ്ഞു പോയിട്ടുണ്ട്. ഈ കിറ്റ് ആരോപണം സത്യമല്ലെന്നും കാലി കിറ്റാണ് ഇവിടെയുള്ളതെന്നും സൂചിപ്പിച്ചുകൊണ്ടാണ് BJP അല്പസമയം മുമ്പ് കാലി കവർ കാണിച്ച് പ്രതിഷേധിച്ചത്. എന്തായാലും ഇപ്പോൾ സ്ഥിതി ശാന്തമാണ്. എല്ലാവരും ഈ പ്രദേശത്തു നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ട്. വലിയ സംഘർഷഭരിതമായ സാഹചര്യത്തിന്, ഏതാണ്ട് 12 മണിക്ക് തുടങ്ങിയ സാഹചര്യത്തിന് വൈകിട്ട് എത്തുന്നതോടുകൂടി അറുതിയാവുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. സ്ഥലത്തു നിന്ന് ആളുകൾ പിരിഞ്ഞു പോയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദാംശങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. കിറ്റുകൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും.
യെസ്, സംഭവം കൃത്യമാണെങ്കിൽ, വ്യക്തമാണെങ്കിൽ, വസ്തുതയാണെങ്കിൽ അത് കൃത്യമായ തെരഞ്ഞെടുപ്പ് ചട്ടവിരുദ്ധ ലംഘനം തന്നെയാണ്. BJP വരും ദിവസങ്ങളിൽ തൃശ്ശൂരിലും മണലൂരിലും എന്തായാലും മറുപടി പറയേണ്ടി വരും ഈ കിറ്റ് വിതരണ സംഭവവുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ ദിവസം സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചു എന്നാരോപിച്ച പരാതി ഏതായാലും UDF-ഉം LDF-ഉം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിലവിൽ ഇതിനോടകം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ BJP ഇനി മറുപടി പറയേണ്ടി വരും.